കേരളത്തിൽ KPCC പുനഃസംഘടനയുടൻ കെ സുധാകരനെ മാറ്റും. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ എന്നിവരുടെ പേരുകൾ പരിഗണനയിൽ. കെ സുധാകരനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണമെന്നും കനകോലുവിന്റെ റിപ്പോർട്ട്. വിവരങ്ങളുമായി നോബൽ മാരിക്കാരൻ ചേരുന്നു. നോബൽ മാരിക്കാരൻ, നമുക്ക് കിട്ടുന്ന വാർത്ത സ്ഥിരീകരിക്കാമല്ലോ അല്ലേ? പുനഃസംഘടനയിലേക്കാണോ KPCC പോകുന്നത്? അരുൺ, KPCC ഒരു പുനഃസംഘടനയിലേക്ക് പോകാൻ പോകുന്നു എന്ന വിവരമാണ് ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നത്. പ്രധാനമായും ഇപ്പോഴത്തെ ഈ നേതൃത്വവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു റിപ്പോർട്ട് ഹൈക്കമാൻഡ് ലഭിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ കേരളത്തിൽ കനകലുവിന്റെ നേതൃത്വത്തിൽ ഒരു സർവേ അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലും കേരളത്തിൽ നേരത്തെ നേതൃത്വവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു വിലയിരുത്തലാണ് പാർട്ടിക്ക് ഉള്ളത്. അത് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന കേരളം, ആസാം എന്നീ രണ്ട് സംസ്ഥാനങ്ങളിലെ സാഹചര്യം പ്രത്യേകമായി നിരീക്ഷിച്ചു വരികയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് മറ്റന്നാൾ നേതാക്കളെ ദില്ലിയിലേക്ക് വിളിപ്പിക്കുകയും കെ സുധാകരൻ അടക്കം മാറ്റം ഉണ്ടാകും എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. രണ്ട് പേരുകൾ ഇതിൽ പരിഗണനയിലുണ്ട് സജീവമായി തന്നെ. ഒന്ന് അടൂർ പ്രകാശും മറ്റൊന്ന് ബെന്നി ബെഹനാനുമാണ്. രണ്ടും സാമുദായിക സമവാക്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ രണ്ട് പേരുകൾ പരിഹരിക്കുന്നത് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിൽ നിന്ന് സമുദായത്തിൽ നിന്നൊരു KPCC അധ്യക്ഷൻ വേണമെങ്കിൽ സ്വാഭാവികമായും അത് അടൂർ പ്രകാശിലേക്ക് പോകാം. അതേസമയം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കാണ് പ്രാതിനിധ്യം നൽകേണ്ടതെങ്കിൽ ബെന്നി ബെഹനാനിലേക്ക് പോകാം എന്നാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിന് വേണ്ട പരിഗണന നൽകുന്നില്ല എന്ന ചില സൂചനകൾ, അത്തരത്തിലുള്ള ചില വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ബെന്നി ബെഹനാന്റെ പേര് സജീവമായി ചർച്ചയിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം അടൂർ പ്രകാശ് ദില്ലിയിൽ എത്തി രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ബെന്നി ബെഹനാൻ അത്തരത്തിൽ സമാനമായ കൂടിക്കാഴ്ച പാർലമെന്റിലടക്കം വെച്ച് നടത്തിയിട്ടുണ്ട് എന്ന വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. ഇനിയിപ്പോൾ മാർച്ചിൽ, അതായത് അടുത്ത മാസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനത്തിലേക്ക് ഒരു വിവരം ഇന്നലെ പുറത്തു വരുന്നത്, ഞാൻ ഇന്നലെ കോൺഗ്രസിലെ ഒരു യുവ നേതാവുമായി സംസാരിച്ചപ്പോൾ ഈ മൻമോഹൻ സിംഗിന്റെ മരണത്തിന് തൊട്ട് മുമ്പ് ഒരു രാഷ്ട്രീയകാര്യ സമിതി തീരുമാനിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ തീരുമാനത്തിൽ ബാംഗ്ലൂർ വെച്ചോ മറ്റോ ആണ് അവർ തീരുമാനമെടുക്കാൻ തീരുമാനിച്ചിരുന്നത്. ഈ KPCC പുനഃസംഘടന അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ മൻമോഹൻ സിംഗിന്റെ മരണത്തെ തുടർന്ന് നീട്ടിവെച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണിപ്പോൾ നടപ്പിലാക്കാൻ പോകുന്നത് എന്നാണ് അറിയുന്നത്. അടൂർ പ്രകാശിന്റെ പേരും ബെന്നി ബെഹനാന്റെ പേരും കൊണ്ടുവരുന്നത് നിലവിൽ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹിക രാഷ്ട്രീയ മാറ്റത്തിന്റെ പ്രതിഫലനമാണ്. ഒരു ഭാഗത്ത് BJP ഈഴവ വോട്ടുകളിലേക്ക് കടന്നു കയറുന്നു. പ്രത്യേകിച്ച് ആറ്റിങ്ങലടക്കം, ആലപ്പുഴയിലടക്കം, തിരുവനന്തപുരത്തടക്കം വലിയ രീതിയിൽ ഈഴവ വോട്ടുകൾ BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകളിലേക്ക് കൂടി BJP കടന്നു കയറുമ്പോൾ എന്ന സാഹചര്യത്തിലാണ് ബെന്നി ബെഹനാനെയും കളത്തിലിറക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പരമ്പരാഗതമായ ക്രിസ്ത്യൻ വോട്ടുകൾ തങ്ങളുടെ കയ്യിൽ നിർത്തുക എന്നതായിരിക്കുമല്ലോ കോൺഗ്രസിന്റെ ലക്ഷ്യം. തീർച്ചയായും അത്തരത്തിൽ സാമുദായിക സമവാക്യം കൂടി കോൺഗ്രസ് ഇതിൽ പരിഗണിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ബെന്നി ബെഹനാന്റെ പേര് കൂടി എന്താണെങ്കിലും നിലവിൽ പരിഗണിക്കുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ മേൽത്തട്ടിൽ ഇപ്പോൾ നിലവിൽ ക്രിസ്ത്യൻ സമുദായത്തിന് വലിയ പ്രാതിനിധ്യം ഇല്ല എന്നത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. അത് പ്രസിഡന്റ് ആയാലും അല്ലെങ്കിൽ UDF കൺവീനർ ആയാലും അത്തരത്തിൽ പദവികളിലേക്കൊന്നും ക്രിസ്ത്യൻ സമൂഹത്തിൽ നിലവിൽ ആരെയും പരിഗണിക്കുന്ന സാഹചര്യമുണ്ട്. അത് മാത്രമല്ല, ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിന് ശേഷം അത്തരത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയോട് കോൺഗ്രസ് അകലുന്നു എന്നൊരു പ്രതീതി കൂടി ഉണ്ടായിട്ടുണ്ട് എന്ന് ചില കോണുകളിൽ നിന്ന് വിലയിരുത്തൽ ഉണ്ട്. ഏതായാലും ആ പശ്ചാത്തലത്തിലേക്കാണ് ഒരു ക്രിസ്ത്യൻ മുഖം എന്ന രീതിയിൽ ബെന്നി ബെഹനാന്റെ പേര് മുന്നോട്ട് വെക്കുന്നത്. നേരത്തെ സമി ജോസഫ് അടക്കമുള്ള ആളുകളുടെ പേരുകളൊക്കെ ചർച്ചയിൽ ഉണ്ടായിരുന്നു എന്ന വിവരമാണ് നമുക്ക് പുറത്തേക്ക് വരുന്നത്. ഏതാണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ അടൂർ പ്രകാശിനോ അല്ലെങ്കിൽ ബെന്നി ബെഹനാനോ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് തറക്കു വീഴാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. അടിമുടി ഒരു പുനഃസംഘടനയ്ക്ക് സാധ്യതയുണ്ട്. ജില്ലകളിലടക്കം പുനഃസംഘടനയ്ക്ക് സാധ്യതയുണ്ട്. പെർഫോമൻസ് ഇല്ലാത്ത എല്ലാ DCCകളും മാറ്റും എന്നാണ് നിലവിൽ വരുന്ന സൂചനകൾ. അങ്ങനെയാണെങ്കിൽ അടിമുടി ഒരു മാറ്റത്തിന്റെ സാധ്യതയുണ്ട്. അടിമുടി മാറ്റത്തിനൊരുങ്ങാൻ പോവുകയാണ് കേരളത്തിൽ കോൺഗ്രസ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കനകോലു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നേതാക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം അത് സംഘടനയെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരു ശക്തമായ ലീഡർഷിപ്പ് വരണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ശശി തരൂരുമായി ബന്ധപ്പെട്ട് കേട്ട വിവാദങ്ങളൊക്കെ ഇതിന്റെ തുടർച്ചയാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ പോലും നമുക്കവരെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം സംസ്ഥാനത്ത് നേതൃത്വത്തിന്റെ അഭാവമുണ്ട് എന്നാണ് ശശി തരൂര് നേരത്തെ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത്. അതിന്റെ അർത്ഥം ഇവിടെ സംഘടന അഴിച്ചുപണിക്ക് സമയമായിരിക്കുന്നു എന്ന് ഉള്ളിൽ അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ KPCC സംഘടന അഴിച്ചുപണിക്ക് ഒരുങ്ങുന്നു എന്നുള്ളതാണ്. കെ സുധാകരനെ ബോധ്യപ്പെടുത്തി മാറ്റണം എന്നുള്ളതാണ് കനകോലുവിന്റെ റിപ്പോർട്ട്. മാത്രവുമല്ല, നമ്മുടെ രാഷ്ട്രീയത്തിലെ വലിയ മാറ്റങ്ങൾ അത് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. ഇനി ഒരു വർഷം മാത്രമേ ബാക്കിയുള്ളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു. അതുകൊണ്ട് കോൺഗ്രസിനെ സമൂലമായി മാറ്റാൻ ശക്തമായ നേതൃത്വം എത്തണം. അതിൽ അടൂർ പ്രകാശിനും ബെന്നി ബെഹനാനും ഒക്കെയാണ് സാധ്യത. നേരത്തെ കൊടിക്കുന്നിൽ സുരേഷിന്റെ പേര് കൂടി പരിഗണിച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.